ബ്രദറെ, ഒന്ന് ഭക്ഷണം കഴി. ഒന്ന് ചെല്ലേ. അതേ കരിസാറേ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ഇത് ലോകത്ത് അവസാനത്തെ പെണ്ണൊന്നുമല്ലല്ലോ. സംഭവം ശരിയാ. സാർ സ്വല്പം കരിഞ്ഞു പോയി, വെള്ളം അടിച്ച് കുറച്ച് ഓഞ്ഞും പോയി എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കൂതർ പെണ്ണ സാറ് കിട്ടാതിരിക്കോ? പന്നി, എനിക്ക് കളറില്ലാന്നും ഗ്ലാമറില്ലാന്നൊക്കെ ഞാൻ പറയും. അത് കേട്ട് ഇങ്ങോട്ട് വളർത്താമെന്നാണ്ടല്ലോ കുത്തി കുടലെടുക്കും ഞാൻ. ഓ, തിരുപ്പതിയായി. ഞാൻ നിർത്തിയേ. കരിസാർ, രാജസാറേ, സാറ് കഴിക്കും. കരിസാർ ഇങ്ങനെ ആയിപ്പോയി. കരിസാറിന് ലുക്കില്ലെന്ന് മാത്രമല്ല, ബുദ്ധിയുമില്ല, വിവരവും. ബ്രദറിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ചവിട്ടി പരിപ്പെടുക്കില്ല. ഓടാനിട്ട് എന്തേ? ഞാനും നിർത്തി. നിങ്ങൾ വയ്ക്കോ. ഓ, വാ വാ വാ. ബ്രദറെ, വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. ബ്രദർ കഴിച്ചു. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട, എന്നെ വിട്ട്. ശരിയാ ബ്രദറെ, തെറ്റായിപ്പോയി, പറ്റിപ്പോയി. ഒരുമിച്ച് താലി കെട്ടി ഒരുമിച്ച് ഈ വീട്ടിലേക്ക് ഞാനും ബ്രദറും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൂടെ കയറി വരുന്നത് സ്വപ്നം കണ്ടതിൽ വന്നുപോയ തെറ്റാ. ബ്രദർ അങ്ങ് ക്ഷമിക്ക്. അതല്ല ബ്രദറെ. ഒന്നുമില്ല, ഞാൻ പോവാം. അവരുടെ വീട്ടിൽ ചെന്ന് പറയാം. സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും. എന്നിട്ട് ഒതുങ്ങില് കാല് പിടിക്കും. എന്താ? അയ്യേ, ബ്രദർ എന്തൊക്കെയാ പറയുന്നത്? നടത്തും ബ്രദറെ. ഏത് കഴുതയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ബ്രദറിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ പിന്നെ ബ്രദറിന്റെ ബ്രദറാണെന്നും പറഞ്ഞ് ഞാൻ നടത്തിട്ട് എന്ത് കാര്യം? ബ്രദറിനെ ഞാൻ ബ്രദറെ എന്ന് വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. ബ്രദർ എന്തായി പറയുന്നത്? ബ്രദർ കാല് പിടിക്കേ, മാപ്പ് പറയേ. എന്തിന്? പോവാൻ പറ. എനിക്കെന്റെ ബ്രദറാ വലുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി കൊല്ലിട്ട്. അപ്പൊ ബ്രദറിന് പെണ്ണേട്ടണ്ടേ? അയ്യേ, എന്തിന്? ഒരു പെണ്ണ് വേറെ പാടില്ല. വിശക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. എന്നാ പോയി എടുത്ത് വെക്കടാ. വാ. കോബ്രകളാണെങ്കിലും ചിലപ്പോഴൊക്കെ നീർക്കോലികളുടെ മനസ്സായിരുന്നു അവർക്ക്. നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. ഓ ഓ. എന്നിട്ടാ മക്കൾ ഇപ്പൊ എവിടെ ഉണ്ട്? മക്കളാ? കല്യാണം നടന്നല്ലേ മക്കളുണ്ടാവൂ. കോബ്രാസിന്റെ മക്കളുടെ കാര്യമല്ല, കോബ്രാസിന്റെ കാര്യം ചേട്ടൻ ചോദിച്ചത്. ഓ, അവരാ? ആ സംഭവത്തോടെ അവരുടെ കല്യാണത്തിന്റെ ആ സംഗതി നുള്ളിക്കളഞ്ഞു. അല്ല, ആ വിചാരമേ. മാത്രമല്ല, നാണക്കേട് കാരണം ആ നാട്ടിലെ താമസം അവർ അവസാനിപ്പിച്ചു. ഇനി കോയമ്പത്തൂർ ബ്രദേഴ്സ്. അവിടെ പുതിയ വീട് കണ്ടെത്തണം, പുതിയ ബിസിനസ് തുടങ്ങണം. അതിന്റെ ആദ്യ ചൂടുവയ്പ്പാണ് ഞങ്ങളുടെ ഈ യാത്ര. അവരോട് വിഷമിക്കണ്ടെന്ന് പറയണം. അവർക്ക് കിട്ടും കാണാൻ നല്ല ചേലുള്ള നല്ല 2 സുന്ദരി പെങ്കൊച്ചുങ്ങളെ. ലക്ഷണം കണ്ടിട്ട് പെണ്ണുങ്ങൾ ഇടിവെട്ടാണെന്നാണ് തോന്നുന്നത്. ഇടിവെട്ടാണെങ്കിൽ ഉറപ്പ്. പുറകെ കാറ്റും കോളും കാണും.